ഹലോ, വെൽക്കം ടു കുരുട്ടോമെങ്കി. അപ്പോൾ ഇന്ന് നമ്മൾ ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് അനൗൺസ്മെൻ്റ് ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനലുകളും ഒന്നും എല്ലാവർക്കും അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് ഇൻ്റർഫേസ് കാട്ടുകയാണ്. ഇതാണ് നമ്മുടെ യൂട്യൂബ് ഹാൻഡിൽ. പിന്നെ നമ്മുടെ ഇതാണ് നമ്മുടെ ആഹ്, ഇൻസ് ടെലഗ്രാമിൻ്റെ ചാനൽ. ടെലഗ്രാമിൻ്റെ കമ്മ്യൂണിറ്റി ചാറ്റ് വേറെ ഉണ്ട്. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പിന്നീട് മെസ്സേജ് പോയാൽ മതി. അവിടെ നമുക്ക് കമ്മ്യൂണിറ്റി ചാറ്റ് കിട്ടും. അവിടെ പോയാലും നമ്മുടെ കമ്മ്യൂണിറ്റി ചാറ്റിൽ നിങ്ങൾക്ക് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാം. അതിനുശേഷം പിന്നെ നമ്മുടെ വരുന്നത് ഇൻസ്റ്റാഗ്രാം ഹാൻഡിലാണ്. ഇതാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ. അപ്പോൾ ആവശ്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്നിട്ട് ഫോളോ ചെയ്യുകയും ചെയ്യാം. കുറേ ഇമ്പോർട്ടൻ്റ് അനൗൺസ്മെൻറ്റുകൾ ഇവിടെയാണ് ഇടുക. ഓക്കെ. അപ്പോൾ നമ്മുടെ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ്. ഇന്ന് കുറച്ച് നേരം റിസർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇന്ന് കുറച്ച് കിട്ടിയ ഒരു ന്യൂസിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. ഇത് ജെന്യൂൻ ആണോ എന്നറിയില്ല. ബട്ട് ഇത് ജെന്യൂൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പോൾ ഞാൻ പറയുന്ന കുറച്ച് മെത്തേഡുകൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ. അപ്പോൾ നമുക്കറിയാം എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞ സംഭവം വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കൺഫേം ചെയ്യുക. കണക്ട് യുവർ ടൺ വാലറ്റ് എന്ന സാധനം ഇവിടെ ടിക്ക് ചെയ്തിട്ടുണ്ടാവണം. ഇതെന്തായാലും ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് കിട്ടുകയുള്ളൂ. ഓക്കെ. കണക്ട് യുവർ ടൺ വാലറ്റ് എന്തായാലും ഇവിടെ ടിക്ക് വീണിരിക്കണം. കുറേ പേരുടെ ടൺ വാലറ്റ് ഡിസ്കണക്റ്റ് ആയി പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ടൺ വാലറ്റിൽ പോയിട്ട് നിങ്ങൾ കണക്ട് ചെയ്തിരിക്കുന്ന ഹാംസ്റ്റർ കോമ്പാറ്റിനെ ഡിസ്കണക്റ്റ് ആക്കി എന്നൊക്കെ പറയുന്നുണ്ട് മാനുവലായിട്ട്. അങ്ങനെയൊക്കെ ചെയ്തവർക്ക് റീകണക്ട് ചെയ്യാനായിട്ട് കുറേ പേർക്ക് പറ്റുന്നില്ല. സോ നമുക്ക് എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് വരാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും. സോ എന്താണ് അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 തരത്തിലുള്ള ന്യൂസ് കണ്ടു. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എയർ ഡ്രോപ്പ് മാത്രമായിരിക്കും ഹാംസ്റ്റർ കോമ്പാറ്റിൽ നിന്ന് കോയിൻസ് വിത്‌ഡ്രോ ചെയ്യാനുള്ള ഏക മെത്തേഡ് എന്നൊരു ന്യൂസ് കണ്ടു. ഓക്കെ. അതായത് നോട്ട് കോയിനിൽ സംഭവിച്ച പോലെ നോട്ട് കോയിനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോട്ട് കോയിനിൽ ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്നത് എന്താണ്, പോയിന്റ്സ് ആണ്. ഈ പോയിന്റ്സിനെ ബേസ് ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്തത്, 1000:1 എന്നൊന്ന് റേഷ്യോ ഇട്ടു. അതായത് 1000 പോയിന്റിന് ഒരു കോയിൻ, അങ്ങനെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് നോട്ട് കോയിന്. അപ്പോൾ അങ്ങനെ നമ്മൾ കോയിൻസിനെ ബേസ് ചെയ്ത് എന്ത് ചെയ്തു, നമ്മൾക്ക് പോയിന്റ്സിനെ ബേസ് ചെയ്ത് നമ്മൾ കോയിൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഹാംസ്റ്റർ കോമ്പാറ്റിൽ ഇന്ന് ഒരു ആർട്ടിക്കിളിൽ കണ്ടത്, അത് ഒറിജിനലായിട്ട് അവരുടെ അക്കൗണ്ടിൽ നിന്ന് വന്നിട്ടുള്ളതല്ല. പക്ഷേ ഒരു ആർട്ടിക്കിൾ കണ്ടത്, ഹാംസ്റ്റർ കോമ്പാറ്റിൽ കോയിൻ വിത്‌ഡ്രോ ചെയ്യാനുള്ള ആകെ ഒരു പ്രോസസ്സ് ഈ എയർ ഡ്രോപ്പ് മാത്രമായിരിക്കും. ഇനി വേറൊരു പ്രോസസ്സ് ഉണ്ടാവില്ല എന്നൊരു ന്യൂസ് കണ്ടു. കാരണം ലിസ്റ്റിംഗ് കുക്കോയിനിൽ 14th കിടക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു ന്യൂസ് കണ്ടത്. ഓക്കെ. അപ്പോൾ അതെന്ത് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി അവരുടെ ഹാൻഡിൽ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എയർ ഡ്രോപ്പിൽ അവർ ഏറ്റവും കൂടുതൽ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഈ പ്രോഫിറ്റ് പെർ അവർ ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഈ പ്രോഫിറ്റ് പെർ അവറിന് ഇമ്പോർട്ടൻസ് നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ കൊടുക്കണം. അതിനായിട്ട് എന്ത് ചെയ്യണം, പ്രോഫിറ്റ് പെർ അവർ കൂട്ടാൻ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ മൈൻഡിൽ വന്നിട്ട് ഈ കാണുന്ന കാർഡുകളൊക്കെ എന്ത് ചെയ്യുക, എല്ലാതും അപ്ഗ്രേഡ് ചെയ്തിടാൻ നോക്കുക. പ്രത്യേകിച്ച് സ്പെഷ്യൽസിലുള്ള കാർഡുകൾ. ഓക്കെ. ഞാൻ പറയാൻ മറന്നു, ഇന്നത്തെ ഡെയിലി കോംബോ ഇതാണ്. അപ്പോൾ സ്പെഷ്യൽസിലുള്ള ഓൾമോസ്റ്റ് എല്ലാ കാർഡുകളും മേടിച്ചിടാൻ നോക്കുക. നമ്മുടെ ന്യൂ കാർഡ്സ് കുറച്ച് എടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പലരിടത്തും, എനിക്ക് ഈ കാർഡിൻ്റെ ഉപയോഗം അറിയില്ല. പക്ഷേ ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വെച്ച് എന്ത് ചെയ്യണം, ഈ കാർഡുകൾ കൂടി നമ്മൾ എന്ത് ചെയ്യണം, മേടിച്ചിടാൻ നോക്കുകയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ കയ്യിലുള്ള കോയിൻസിൻ്റെ 50% ഞാൻ എന്ത് ചെയ്യുന്നത്, കാർഡുകളിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. ഓക്കെ. എൻ്റെ കയ്യിലുള്ള കോയിൻസിൻ്റെ 50% നമ്മൾ കാർഡുകളിൽ സ്പെൻഡ് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ കയ്യിലുള്ള കോയിൻസ് എല്ലാം കളയാനല്ല പറയുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള കോയിൻസിൻ്റെ 50% എങ്കിലും എന്ത് ചെയ്യുക, നിങ്ങൾ പ്രോഫിറ്റ് പെർ അവർ കൂട്ടാനായിട്ട് ശ്രമിക്കുക. എൻ്റെ പ്രോഫിറ്റ് പെർ അവർ അത്ര കൂടുതലല്ല. ചിലവർ 1 മില്യൺ പ്ലസ് ഒക്കെ ഉണ്ട്. സോ അങ്ങനെയുള്ളവരൊക്കെ എന്ത് ചെയ്യുക, വീണ്ടും വീണ്ടും അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കുക. പക്ഷേ അതിനർത്ഥം നിങ്ങളുടെ ഫുൾ പോയിന്റ്സ് വാഷ് ഔട്ട് ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത്. പ്രോഫിറ്റ് പെർ അവർ ഒരു 50% കോയിൻ എടുത്തിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കുക എല്ലാ കാർഡ്സും. ഓക്കെ. ഇതാണ് ഒന്നാമത് കണ്ട ന്യൂസ്. അതായത് ഈ വരുന്ന എയർ ഡ്രോപ്പ് മാത്രമായിരിക്കും ഹാംസ്റ്റർ കോമ്പാറ്റിൽ നിങ്ങൾ ഇത്ര നാൾ ഏൺ ചെയ്തുണ്ടാക്കിയ സംഭവങ്ങളൊക്കെ പിൻവലിക്കുക എന്നുള്ളൊരു പ്രോസസ്സ്. വേറെ ഒന്നും ഉണ്ടാവില്ല എന്നൊരു ന്യൂസ് കണ്ടു. രണ്ടാമത് കണ്ടൊരു ന്യൂസാണ്. 2 തരത്തിലുണ്ടാവും. അതായത് എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു മെത്തേഡ് ഉണ്ടാവും. എയർ ഡ്രോപ്പ് ഇപ്പോൾ അടുത്ത് വരും. അടുത്ത് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രോഫിറ്റ് പെർ അവറിനെയും പിന്നെ കുറച്ച് ക്രൈറ്റീരിയനൊക്കെ ബേസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, എടുക്കുന്ന ഒരു മെത്തേഡാണ് എയർ ഡ്രോപ്പ്. അപ്പോൾ അതിന് എലിജിബിൾ ആയിട്ടുള്ളവർക്ക് എന്ത് ചെയ്യും, എല്ലാവർക്കും ഹാംസ്റ്റർ കോയിൻസ് കിട്ടുന്നതായിരിക്കും. ആ കോയിൻസ് ഇവിടെ കീപ്പ് ചെയ്യും. പിന്നെ രണ്ടാമത് ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞ് വരുമ്പോൾ, അതായത് വേറെ എക്സ്ചേഞ്ചുകൾ, മൾട്ടിപ്പിൾ എക്സ്ചേഞ്ചുകൾ ഒരു പൊട്ടൻഷ്യലായിട്ട് ലിസ്റ്റിംഗ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലിസ്റ്റിംഗ് വരുമ്പോൾ, ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു എക്സ്ചേഞ്ചിൽ ഈ കോയിൻ ട്രേഡിന് തയ്യാറെടുക്കുക, ട്രേഡിങ്ങിന് ഇടുക, അതാണ് ലിസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ലിസ്റ്റിങ്ങിന് ഈ കോയിൻ ഇടുമ്പോൾ എന്ത് ചെയ്യും, ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പോയിന്റ്സിനെ കോയിൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, അതിനെ നിങ്ങൾക്ക് ഈ ഹാംസ്റ്റർ കോമ്പാറ്റിൽ നിന്ന് വിഡ്രോ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഹാംസ്റ്റർ കോമ്പാറ്റിൽ വരും. ഇതുവരെ വന്നിട്ടില്ല, വരും. അപ്പോൾ ഈ 2 ഓപ്ഷനാണ് ഇതുവരെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ സേഫായിട്ട് കളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ആലോചിക്കേണ്ടത്, രണ്ടിലും സേഫായിട്ട് കളിക്കുന്നുണ്ടെങ്കിൽ ആകെ ഒരു മെത്തേഡേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിലുള്ള 50% കോയിൻസ് എന്ത് ചെയ്യുക, നിങ്ങൾ ചിലവഴിച്ചിട്ട് ഈ മൈനിന് എന്ത് ചെയ്യുക, അത്യാവശ്യം കാർഡുകളൊക്കെ കൂടുതൽ മേടിച്ച് അതിൻ്റെ ലെവലൊക്കെ കൂട്ടി ഉണ്ടാക്കാൻ നോക്കുക. നമ്മൾ ഇതിൻ്റെ ഏതൊക്കെ നല്ല കാർഡുകൾ എന്നുള്ള കാര്യങ്ങളെല്ലാതും നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട്. നമുക്ക് മേടിക്കേണ്ട ഏറ്റവും നല്ല കാർഡുകൾ, മേടിച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ് കിട്ടാൻ ചാൻസുള്ള നല്ല കാർഡുകളുടെ എല്ലാത്തിൻ്റെയും ലിസ്റ്റ് നമ്മൾ ഇട്ടിട്ടുണ്ട്, ടെലഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി നോക്കി കഴിഞ്ഞാൽ
പിൻ ചെയ്തിട്ട മെസ്സേജ് അല്ല. ഒന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ അവിടെ നിന്ന് കിട്ടും. അവിടെ പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ കാർഡുകളാണ് അപ്ഗ്രേഡ് ചെയ്യണമെന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് അവിടെ നിന്ന് കിട്ടും. അപ്പോൾ അതൊക്കെ എല്ലാവരും അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കുക. ആ പറഞ്ഞിരിക്കുന്ന എല്ലാ കാർഡുകളും എന്ത് ചെയ്യുക, നിങ്ങൾ മേടിക്കാൻ നോക്കുക. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വീണ്ടും ശ്രദ്ധിക്കുക. നിങ്ങളുടെ കയ്യിലുള്ള എൻറ്റയർ മണി, എൻറ്റയർ പോയിന്റ്സ് ഫുള്ളായിട്ട് വാഷ് ഔട്ട് ചെയ്ത് കാർഡ്സ് മേടിക്കാൻ നിൽക്കരുത്. 50% എന്നിട്ട് സേഫ് ആയിട്ട് കളിക്കുക. കാരണം ഈ പറഞ്ഞ 2 ചാൻസ് ഉണ്ട്. ഇതുവരെ നമുക്ക് അവരുടെ ഡെവലപ്പേഴ്സിന്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ ഓതറൈസ്ഡ് അക്കൗണ്ടിൽ നിന്നോ ഒരു കൺഫേംഡ് ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. അതായത് ലിസ്റ്റിംഗ് സെപ്പറേറ്റ് ഉണ്ടാവോ അതോ എയർ ഡ്രോപ്പ് മാത്രമാണോ ഉള്ളതെന്നുള്ള കാര്യം സെപ്പറേറ്റ് ആയിട്ട് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് സേഫ് ആയിട്ട് കളിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കളിക്കുക. ഇല്ല നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കണം. നാളെ വന്ന് എന്നെ തെറി പറയരുത്. അതുകൊണ്ടാണ് പറയുന്നത് സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ അക്കൗണ്ടിലുള്ള പോയിന്റ്സ് ഒന്നും ഞാൻ കീപ്പ് ചെയ്യുകയാണ്. എനിക്കതുകൊണ്ട് ഞാൻ അതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ലിസ്റ്റ് ചെയ്യുമ്പോൾ പോയിന്റ്സ് ആയിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് എക്സ്പെക്ട് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാം. ഇല്ല നിങ്ങൾക്ക് വേറൊരു ഡിസിഷൻ എടുക്കാമെന്നാണ്, നിങ്ങൾക്ക് ഈ പോയിന്റ്സ് കൊണ്ട് ഒരു ഉപകാരമില്ല, പ്രോഫിറ്റ് പെർ അവർ മാത്രമാണ് ഉപകാരം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എൻ്റയർ ഈ ഈ പോയിന്റ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ വാഷ് ഔട്ട് ചെയ്യാം. നിങ്ങൾക്ക് രണ്ട് ഡിസിഷൻ എടുക്കാം. ഞാൻ എടുക്കുന്ന ഡിസിഷൻ 50% പ്രോഫിറ്റ് പെർ അവറിനും 50% കോയിൻസിനുമായിട്ട് ചിലവഴിക്കാൻ ഉദ്ദേശിക്കുകയാണ്. കാരണം ഇതെന്തുകൊണ്ട് സേഫായിട്ട് കളിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോഫിറ്റ് പെർ അവറിന് സ്പെൻഡ് ചെയ്താലും അത്രയും തന്നെ പൈസ എനിക്ക് ഒരു 3-4 ദിവസം കൊണ്ട് എന്ത് ചെയ്യാം, ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ലിസ്റ്റിംഗ് എപ്പോഴാണെന്ന് നമുക്ക് അറിയാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രോഫിറ്റ് പെർ അവർ ഇട്ടാലും എടുക്കാൻ നോക്കുക. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം പറയാനുള്ളത്, നിങ്ങൾ 3 അവർ കൂടുമ്പോൾ ഹാംസ്റ്റർ കോമ്പാറ്റ് ഓപ്പൺ ആക്കി വെച്ചില്ലെങ്കിൽ നിങ്ങളുടെ പ്രോഫിറ്റ് പെർ അവർ വർക്ക് ചെയ്യില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. നിങ്ങൾ 3 അവർ കൂടുമ്പോൾ എന്ത് ചെയ്യണം, ഹാംസ്റ്റർ കോമ്പാറ്റ് ഇടയ്ക്കെങ്കിലും ഒന്ന് തുറന്ന് നോക്കണം. 3 അവറിനുള്ളിൽ എപ്പോഴെങ്കിലും. എന്നാൽ മാത്രമാണ് പ്രോഫിറ്റ് പെർ അവർ കൂടുകയുള്ളൂ. 3 അവറിന് മേലെ നിങ്ങൾ ഓപ്പൺ ആക്കാതെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോഫിറ്റ് പെർ അവർ പിന്നെ റൺ ചെയ്യില്ല. പിന്നെ ആദ്യമേ തൊട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ തൊട്ടായിരിക്കും റൺ ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇത്രയുള്ള അപ്ഡേറ്റ്. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാം. ഞാനൊരു കൺഫേം ആയിട്ട് ഇതിങ്ങനെ ചെയ്യൂ എന്ന് പറയുന്നില്ല. നിങ്ങൾക്കൊരു ഡിസിഷൻ എടുത്തിട്ട് അങ്ങനെ മുന്നോട്ട് പോകാം. അപ്പോൾ ഓക്കെ, ബൈ. താങ്ക് യു.